അപ്പോൾ ഇന്നും ഒരു കല്യാണത്തിന് പോണ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ജിഷ്ന. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഒപ്പനയിലുണ്ടായിരുന്ന കുട്ടിയൊന്നും. അപ്പോൾ അവളുടെ കല്യാണമാണ്. പോയോക്കാം. ഒപ്പനയിലൂടെ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങളുണ്ട് കേട്ടോ. നല്ല ആത്മാർത്ഥമായ അത്രയും പ്യുവറായിട്ടുള്ള റിലേഷൻസ്. അതിലൊന്നാണ് ജിഷ്ണയുടെ അനിയത്തിയും ഒപ്പനക്കുട്ടിയാണ്. അപ്പോൾ എനിക്ക് 2 ബോണ്ടാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളവിടെ എത്തിയ ഉടനെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഫുഡ് കഴിച്ചാൽ ആ പണിയാണ് കഴിയുമല്ലോ. അപ്പോൾ ആരെങ്കിലും അറിയണ മുഖങ്ങളുണ്ടോ എന്ന് തപ്പിയപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ ടീച്ചേഴ്സിനെ കണ്ടു കേട്ടോ. അവരുടെ കൂടെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തിയും ബ്രോസ്റ്റും ബീഫ് കൊണ്ടാട്ടവും ഡെസേർട്ടുകളൊക്കെ ആയിട്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് വന്നപ്പോൾ ജിഷ്ണ ഭയങ്കര ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ. ഇവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജിഷ്ണേൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഇന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ 2 മണവാട്ടിമാരും 2 മണവാളന്മാരുമാണ് കേട്ടോ. അവരുടെ ഫാമിലി പിക്കൊക്കെ എടുത്ത് അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ട് ഞങ്ങളും ഫോട്ടോ എടുക്കാൻ കയറി കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാണ് നമ്മൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കല്യാണത്തിന് പോകുമ്പോഴൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവരെ മണവാട്ടിയായിട്ടും മണവാളന്മാരായിട്ടും കാണുക. ഒപ്പം നമ്മളെ പഠിപ്പിച്ച വേറെ കുറേ കുട്ടികളെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ കുട്ടികളെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ, കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മളെ മുമ്പിൽ ഇരുന്ന് പിന്നെ വലുതായി അവരെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻ്റാണ് കേട്ടോ. ഞാൻ ഈ ഫോട്ടോസ് കാണുന്നതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. ഇതിലുള്ള ഫാസിലും ഷിബിലും ഒക്കെ നമ്മുടെ വട്ടപ്പാട്ടിലെ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കുറേ കുട്ടികളെ ഞാൻ അന്ന് കണ്ടിട്ടോ. ഭയങ്കര സന്തോഷം. ഇതാണ് നൈഷ കേട്ടോ, മണവാട്ടിയുടെ അനിയത്തി. അപ്പോൾ ഇതൊക്കെയാണ് കല്യാണ വിശേഷം.